ക്രിസ്തുവാൽ സ്നേഹിക്കപ്പെട്ടവരെ, യേശുവിലേക്കും സ്നാപക യോഹന്നാനിലേക്കും നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ വളരെ പ്രകടമായിട്ടുള്ള ഒരു വ്യത്യാസം ഇവരുടെ പ്രവർത്തന ശൈലിയിൽ നാം കാണുന്നുണ്ട്. ദൈവരാജ്യത്തിൻ്റെ സന്ദേശം അറിയിച്ചവരാണ് ഇരുവരും. എന്നാൽ സ്നാപക യോഹന്നാൻ സന്ദേശവാഹകൻ മാത്രമായിരുന്നു. അവിടുന്ന് അവതരിപ്പിക്കുന്നത് വളരെ കർക്കശമായിട്ടുള്ള രീതിയിലാണ് ജനങ്ങൾക്ക് സ്വർഗരാജ്യത്തിൻ്റെ സന്ദേശം അറിയിച്ചത്. അത് ദൈവം ഇച്ഛിച്ചത് തന്നെയായിരുന്നു. എന്നാൽ ദൈവപുത്രൻ തന്നെയായിട്ടുള്ള യേശുനാഥൻ സ്വർഗരാജ്യത്തെ അവതരിപ്പിക്കുമ്പോൾ ഒരു കരുണയുടെ മുഖവും കാണിക്കുന്നുണ്ട്. എന്നാൽ അതേ തീവ്രതയിൽ തന്നെ യേശുനാഥൻ ദൈവരാജ്യത്തിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നത് നമുക്ക് സുവിശേഷത്തിൽ ഉടനീളം കാണാനായിട്ട് സാധിക്കും. എന്നാൽ അതേസമയം തന്നെ സമൂഹം മാറ്റി നിർത്തിയവരെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ശൈലിയായിരുന്നു യേശുവിൻ്റേത്. കരുണയുടെ മുഖം വ്യക്തമായിട്ട് യേശുവിൻ്റെ പ്രവർത്തന ശൈലിയിൽ കാണാമായിരുന്നു. സമൂഹം മാറ്റി നിർത്തിയിരുന്ന ചുങ്കക്കാർ, പാപികൾ, വ്യഭിചാരികൾ, കുഷ്ഠരോഗികൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ശൈലി. ഇത് ദൈവത്തിൻ്റെ കരുണയുടെ ഒരു മുഖമാണ്. പ്രിയപ്പെട്ടവരെ, ഇവരുടെ പ്രവർത്തന ശൈലിയിലുള്ള വ്യത്യാസം വളരെ പ്രകടമായിരുന്നുവെങ്കിലും ഇവരുടെ മിനിസ്ട്രിയിലെ, ശുശ്രൂഷയിലെ ധാരാളമായിട്ടുള്ള ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. ഇവിടെ ഫരിസേയരും നിയമജ്ഞരും ഈ രണ്ട് ശൈലിയെയും ഉൾക്കൊള്ളാനായിട്ട് തയ്യാറായിരുന്നില്ല. കാരണം അവർ സമൂഹത്തിൽ മാറ്റി നിർത്തിയവരെ യേശുനാഥൻ ഉൾക്കൊള്ളുന്നു. യോഹന്നാൻ സന്ദേശവും കർക്കശമായിട്ടുള്ള സന്ദേശവുമായിട്ട് വരുമ്പോൾ അത് പാലിക്കാൻ സാധിക്കാത്ത വളരെ കർശനമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിമർശനം അവർ നടത്തുന്നു. ഇങ്ങനെ ഈ രണ്ട് ശൈലിയെയും അവർ തിരസ്കരിക്കുന്നത് നാം കാണുന്നുണ്ട്. ഇതിനെയാണ് കർത്താവ് നിശിതമായി ഇന്ന് വിമർശിക്കുന്നത്. നമ്മൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ, ജ്ഞാനം നിറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഫലങ്ങളിൽ നിന്ന് ഒരു വ്യക്തിയെ മനസ്സിലാകും, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയെ തിരിച്ചറിയുവാനായിട്ട് നല്ല ശുശ്രൂഷയാണോ ചീത്ത ശുശ്രൂഷയാണോ എന്ന് തിരിച്ചറിയേണ്ടത് അതിൻ്റെ ഫലങ്ങളിൽ നിന്നാണെന്ന് യേശുനാഥൻ വ്യക്തമായിട്ട് ഇന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിന് നാം ഉൾക്കൊള്ളുന്നത് നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിലുള്ള ദൈവത്തെ പ്രതിഷ്ഠിക്കാനായിട്ടാണ്, ഉൾക്കൊള്ളാനായിട്ടാണ് നമ്മുടെ ഇഷ്ടം. നമ്മുടെ പ്രവർത്തന ശൈലി, നമ്മുടെ ജീവിത ശൈലിക്ക് ഇണങ്ങുന്ന ഒരു ദൈവത്തെ നാം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതല്ല, ദൈവത്തിന് വ്യക്തമായിട്ടുള്ളൊരു പദ്ധതി ഓരോ ദിവസവും നമുക്കായി നൽകാനുണ്ട്. ദൈവത്തിന് ഒരു വ്യക്തമായിട്ടുള്ള ഗാനം നമുക്കായി ഓരോ ദിവസവും പാടുന്നുണ്ട്. ദൈവം പാടുന്ന ഗാനത്തിനനുസരിച്ച്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നൃത്തം ചെയ്യുവാനായിട്ട് നമ്മുടെ മനസ്സ് സന്നദ്ധമാണോ എന്ന് നമുക്ക് നമ്മോട് ചോദിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.